നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോഴുള്ള പിണറായി മന്ത്രിസഭയിലെ 6 മന്ത്രിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. ഈ 6 മന്ത്രിമാർ പരാജയപ്പെടും. അവർ എങ്ങനെ മത്സരിച്ചാലും പരാജയപ്പെടും. മണ്ഡലം മാറ്റിയാൽ പോലും അവർ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ 6 മന്ത്രിമാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനമുണ്ടാകും. 2 തവണ ജയിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് CPM അടുത്ത കാലത്ത് പിന്നോക്കം പോയിരുന്നു. വിജയിക്കാൻ സാധ്യതയുള്ളവരെ 3ാം തവണയായാലും മത്സരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, ചിന്തയിലേക്ക് CPM എത്തിയിരുന്നു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇത്തരക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വരികയും അത് CPMന് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. 2 തവണയല്ല 3 തവണ മത്സരിച്ചവരും വീണ്ടും മത്സരിക്കട്ടെ. കാരണം സീറ്റ് നിലനിർത്തുക എന്നതാണ് അതീവ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 തവണ മത്സരിച്ചവരോ 2 തവണ മത്സരിച്ചവരോ മാറി നിൽക്കണ്ട എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വച്ചിരുന്നു. ഈ 6 മന്ത്രിമാരിൽ ചിലർ 2ാം തവണയും മത്സരിച്ച് ജയിച്ചവരാണ്. വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാർ 2ാമത്തെ തവണയിൽ അവർ 2ാം ടേമും കഴിഞ്ഞ് 3ാം ടേമിലേക്ക് പോവുകയാണ്. വീണ ജോർജ് മത്സരിക്കട്ടെ എന്നുള്ള നിലപാട് ആദ്യം പിണറായി വിജയനും CPMും കൈക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അത് വേണമോ എന്നുള്ളൊരു ആലോചന അവർക്കിടയിലുണ്ട്. കാരണം വീണ ജോർജ് മത്സരിച്ചാൽ ആറന്മുളയിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, പാർട്ടി റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് 3ാം തവണയും വീണ ജോർജ് മത്സരിക്കട്ടെ എന്ന ആദ്യ താല്പര്യത്തിൽ നിന്ന് അല്പം CPMും പിണറായി വിജയൻ പിന്നോക്കം പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ P രാജീവ് അടക്കമുള്ള MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ വീണ്ടും ജയിക്കുമോ എന്നുള്ള സംശയം ഇപ്പോൾ നന്നായി CPMനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ P രാജീവും MP രാജേഷും ആദ്യത്തെ തവണ ജയിച്ചവരാണ്. അവർക്ക് 2ാം തവണ മത്സരിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവർക്കൊരു ക്ലെയിം ഉണ്ട്. അതിലവർ മത്സരിക്കേണ്ടതാണ്. പക്ഷേ ഈ മന്ത്രിമാർ മത്സരിച്ചാൽ ആ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അവസാനമായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അത്തരത്തിലുള്ള മന്ത്രിമാരെ, അതുപോലെ തന്നെ മന്ത്രി ചിറ്റൂർ MLA കൂടെ മന്ത്രി കൃഷ്ണൻകുട്ടി, അദ്ദേഹം CPM അംഗമല്ലെങ്കിലും അദ്ദേഹം മത്സരിച്ച് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്തരം CPM അംഗങ്ങളല്ലാത്ത മന്ത്രിമാരും മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടെങ്കിലും CPMലെ 6 മന്ത്രിമാർ അവർ മത്സരിച്ചാൽ പരാജയപ്പെട്ടേക്കാമെന്നുള്ള സൂചന അതിശക്തമായതിനെ തുടർന്ന് അവരെ വീണ്ടും മത്സരിപ്പിക്കണമെന്നുള്ള കാര്യം പാർട്ടിയും മുഖ്യമന്ത്രിയും 2ാമത് ആലോചിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇതിൽ P രാജീവും MP രാജേഷും പ്രൊഫസർ ബിന്ദുവുമെല്ലാം ആദ്യത്തെ തവണ MLAമാരായവരാണ്. അവർക്ക് വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട്, ക്ലെയിമുണ്ട്. പക്ഷെ അവരെയൊക്കെ വീണ്ടും മത്സരിപ്പിച്ചാൽ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ഭയം ഇപ്പോൾ CPMനും പിണറായിക്കുമുണ്ട്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ മന്ത്രിമാർക്ക് എതിരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി വേറൊരാളെ പരീക്ഷിക്കണോ അതോ അവരെ തന്നെ മത്സരിപ്പിച്ച് ഒരു പരീക്ഷണം നടത്തണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ CPM അല്പം ചിന്താക്കുഴപ്പത്തിലാണ്. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചോളം കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. മന്ത്രിമാരുടെ പെർഫോമൻസിനെ കുറിച്ചും അവരുടെ മണ്ഡലത്തിലെ പെർഫോമൻസിനെ കുറിച്ചും ഈ മന്ത്രിമാരെ ഇറക്കിയാൽ വീണ്ടും ജയിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഈ 6 CPM മന്ത്രിമാർ വീണ്ടും മത്സരിച്ചാൽ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെ വീണ്ടും മത്സരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു പുനരാലോചന CPMൽ നടക്കുന്നുണ്ട്, പിണറായി വിജയന്റെ മനസ്സിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഈ മന്ത്രിമാർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് അവസാന നിമിഷമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം 6 മന്ത്രിമാരും മത്സരിച്ചാൽ അവർ പരാജയപ്പെടും, അവർക്ക് ജനബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് 6 മന്ത്രിമാരെ ഒരുപക്ഷേ മാറ്റി നിർത്തിയേക്കാം എന്നുള്ള സൂചനയുമുണ്ട്. അതല്ലെങ്കിൽ ഒരു പരീക്ഷണം പോലെ അവർ മത്സരിക്കട്ടെ എന്നും CPM തീരുമാനിച്ചേക്കാം. ഏതായാലും CPMലെ 6 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വിജയം അത്ര എളുപ്പമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.